മർദ്ദനത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വീട്ടിൽ ഓടിക്കയറിയ യുവാവിന് അഭയം നൽകിയതിന് വീട്ടമ്മയെ ആക്രമിച്ചു. കൊല്ലം ചിത്ര സ്വദേശിനിക്കാണ് മർദ്ദനമേറ്റത്. പ്രതികളായ 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. സംഭവം. ചിതറ സ്വദേശിയായ ഓട്ടോറിക്ഷ ഡ്രൈവർ സുധീഷിനെ 2 പേർ വെട്ടിപ്പരിക്കേൽപ്പിച്ചു. അക്രമികളായ ഫൈസൽ, ജീവൻ എന്നിവരുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പ്രദേശവാസിയായ യുവതിയുടെ വീട്ടിൽ ഓടിക്കയറി. സുധീഷിനെ ഇറക്കിവിടാൻ അക്രമികൾ ആവശ്യപ്പെട്ടു. വീട്ടമ്മ അതിന് തയ്യാറായില്ല. ഇതോടെയാണ് ഇരുവരും ചേർന്ന് വീട്ടമ്മയെ ആക്രമിച്ചത്. ഇവരുടെ വസ്ത്രങ്ങളും വലിച്ചുകീറി. ഇവരുടെ ഭർത്താവിനെയും പ്രതികൾ ആക്രമിച്ചു. ഒരു ഓട്ടോ ഡ്രൈവറെ വിളിച്ചു വരുത്തി, സംസാരിക്കാനാണെങ്കിൽ വിളിച്ചു വരുത്തി അവനെ ഭീഷണിപ്പെടുത്തുകയും അവൻ ഓടി എൻ്റെ വീട്ടിൽ അഭയം പ്രാപിക്കുകയും ചെയ്തു. അങ്ങനെ അവനെ സംരക്ഷിക്കാൻ ശ്രമിച്ച എൻ്റെ വൈഫിനെ അടിക്കുകയും തുണി വലിച്ചു കീറുകയും മറ്റ് ഉപദ്രവങ്ങൾ ചെയ്തതുകൊണ്ട് ഇപ്പോൾ അതിനെ സംബന്ധിച്ച് ഇപ്പോഴും നമുക്ക് ഭീഷണിയാണ്. വീട്ടമ്മയുടെ നിലവിളി കേട്ട് നാട്ടുകാർ എത്തിയപ്പോഴേക്കും പ്രതികൾ രക്ഷപ്പെട്ടിരുന്നു. ഫൈസൽ സ്വകാര്യ വ്യക്തിയുടെ പേരിലുള്ള ഓട്ടോറിക്ഷ ഓടിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം ഉടമ ഫൈസലിനെ ഒഴിവാക്കി പകരം ഓട്ടോറിക്ഷ ഓടിക്കാൻ സുധീഷിനെ നിയോഗിച്ചു. അതിന്റെ വൈരാഗ്യത്തിലാണ് ആക്രമണമെന്നാണ് വിവരം. ചിതറ SHOയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. മാതൃഭൂമി ന്യൂസ്.